ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് അതിൻ്റെ കൈ വെട്ടിക്കളയാനുള്ള പരിപാടിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് ജിമ്മിലിടാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ 20 മിനിറ്റോളം എടുത്ത് 2 കൈയൂടെ വെട്ടി വെച്ചാൽ നല്ല മൂർച്ചയുള്ള വിച്ചാതി ആയതുകൊണ്ട് എന്നിട്ട് നേരെ ജിമ്മിൽ പോയി നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി. സംഭവം കൊള്ളാം, രസമുണ്ടല്ലേ. അപ്പോഴത്തേക്കിനും കറണ്ട് അങ്ങ് പോയി. അത് കാരണം കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിന്ന് ബാക്കും ചെസ്റ്റും ആയിരുന്നു വർക്കൗട്ട് ചെയ്തത്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ലോട്ടറി കട ഇല്ലാത്തതിൻ്റെ വിഷമം സുനിയറേട്ടൻ്റെ മുഖത്ത് കാണാനുണ്ടായി. പിന്നെ നമ്മൾ പങ്കീസി കയറി കഴിച്ചു, ചായയും സുനിയറേട്ടൻ എന്താ ഒരു വടയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പയറ് പുഴുങ്ങിയത്, പപ്പടം, പുട്ട്, മുട്ടയൊക്കെ ആയിട്ടാണ് കഴിച്ചത്. പപ്പടം നമ്മൾ വറുത്തതല്ല, ചുട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ അത്തീന് ഒരു സ്പൂണും കഴിച്ചു. രണ്ടാം കുറ്റിയിലുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ഇടിയപ്പവും ബീഫും ഒക്കെ ആയിട്ട് മാള് കഴിച്ചു കേട്ടോ. പിന്നെ അവിടുത്തെ ചേട്ടനുമായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. നാളെ ഇനി അപ്ലോഡ് ചെയ്യണം മാളുവിൻ്റെ ചാനലിൽ. പിന്നെ വീട്ടിൽ വന്നിട്ട് ചിക്കനൊക്കെ ഞാൻ കറി വെക്കാനൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ആ ഉച്ചയ്ക്ക് മീനും പയറും ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിച്ചത്. അതിനുശേഷം തലയിൽ താരൻ പോകാനായിട്ട് ഒരു ആയുർവേദ സോപ്പ് ട്രൈ ചെയ്ത് കേട്ടോ. ഞാൻ പതിയെ അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾ കായംകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഷീർക്കാട് ദം ബിരിയാണിയിൽ കയറിയിട്ട് മാളുവും അമ്മയും അവിടുത്തെ ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് കഴിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ചന്ദ്രനെ കണ്ടോ, നല്ല കത്തി നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റാക്ക് അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഇമ്പാക്റ്റിൻ്റെ വേ പ്രോട്ടീനാണ് മൈ പ്രോട്ടീനിൽ നിന്ന്. എന്നിട്ട് സുനിറേട്ടൻ്റെ അവിടെ കയറി അവിടെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണം കേട്ടോ. പിന്നെ ഇത് അവിടുത്തെ പട്ടിയാണ് കേട്ടോ, ജിമ്മി അവിടെ നിന്ന് നോക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ തേയിലവെള്ളമൊക്കെ ഇട്ട് കുടിച്ചു. എന്നിട്ട് നേരെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വന്നു. ഇത് ആരോമലിന് കൊടുക്കാനാണ്. ആരോമലിന് നാളെ വാഗമൺ പോകുന്നു. അപ്പോൾ വലിയ വണ്ടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പിന്നെ നമ്മൾ വന്ന് ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് സവാളയൊക്കെ ഇട്ട് കഴിച്ചു. എന്നിട്ട് പോയി കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഓക്കെ, ബൈ ബൈ. കയറി കിടന്നു കഴിഞ്ഞപ്പോഴാണ് കാതറി വിളിക്കുന്നത്. അമ്മ പഴവളത്ത് പെട്രോൾ തീർന്ന് കിടക്കുകയാണ്. പിന്നെ ഞാൻ നേരെ ഒരു കുപ്പിയിൽ പെട്രോളൊക്കെ വാങ്ങിയിട്ട് അവിടെ ചെന്ന് പെട്രോളൊക്കെ ഒഴിച്ച് നേരെ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവരൊരു കടത്തിണ്ണയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഒരു അരമണിക്കൂറോളം എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം കാതറിൻ്റെ അവിടെ വന്നിട്ട് പള്ളിയിലെ കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.